പോകുന്നു. പക്ഷേ അവിടെയും നമുക്കറിയാം പാലക്കാട്ടൊക്കെ വലിയ വിജയം കോൺഗ്രസിന് നേടാൻ സാധിച്ചു. ചേലക്കരയിൽ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. പൊതുവെ ഒരു UDF അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം എന്നുള്ളൊരു ഫീലുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. പക്ഷെ അപ്പോഴും ഇത്തരം നേതാക്കന്മാർ സജീവമല്ലാത്ത ഇരുന്നവർ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെയൊക്കെ നമുക്ക് ചില വാർത്തകൾ പുറത്തു വരുന്ന സജീവമല്ലാത്തവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ ഒരു പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതും രമേശ് ചെന്നിത്തലയെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല നേതാവിൻ്റെ ഒരുപാട് പ്രാഗൽഭ്യങ്ങൾ മാറ്റി നിർത്താൻ പറ്റില്ല. അത് ഗുണം ചെയ്യുമെന്ന തരത്തിൽ കാര്യങ്ങൾ വരുന്നതിനോട് യോജിപ്പുള്ള ആൾ കൂടിയാണല്ലോ അല്ലേ. രമേശ് ചെന്നിത്തല സജീവമാവുകയും അദ്ദേഹം ഇത്തരം നീക്കങ്ങൾ നടത്തുകയും ചെയ്താൽ ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക ആ പാർട്ടിക്ക് തന്നെയാണ്. അത് സതീഷിനായാലും ആ നിലപാടിൽ തന്നെയുള്ള ആളാണ് ഇതുവരെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ചേലക്കരയുടെ കാര്യം അങ്ങനെയല്ല മിസ്റ്റർ സജിത്ത്. ശ്രീ സജീവൻ തിരിച്ചു വരാം സാർ. അതല്ല, ഈ താങ്കൾ പറഞ്ഞ പോലെ സതീശന് ഇതേപോലെ രമേശ് ചെന്നിത്തല NSSന്റെ പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടപ്പോൾ അതിനെ പറ്റി പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ആ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെന്നുള്ള നമ്മൾ നോക്കണം. അതല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ കോൺഗ്രസിനെ ഗുണം ചെയ്യുന്ന കാര്യമാണെന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അതിനോട് വളരെയധികം പോസിറ്റീവായിട്ടല്ല ഉള്ളത്. പിന്നെ താങ്കൾ പറഞ്ഞൊരു കാര്യം, കുറെ കാലമായിട്ട് ഗ്രൂപ്പില്ലായ്മ ഉണ്ടായിട്ടില്ലല്ലോ. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ശ്രമിച്ചിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഘട്ടത്തിൽ അദ്ദേഹം അത് പറഞ്ഞു പറഞ്ഞത്, ഇനിയെങ്കിലും നിങ്ങൾ ഈ അടി നിർത്ത്, എന്നിട്ട് പാർട്ടിയെ രക്ഷിക്കാൻ നോക്ക്, അത് കഴിഞ്ഞ് നമുക്ക് പരസ്പരം തല്ലുമ്പോൾ ഞാൻ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അങ്ങനെയാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ VM സുധീരനെ, അത് കഴിഞ്ഞിട്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ KPCC പ്രസിഡന്റുമാരാക്കിയത്. അവർ ഗ്രൂപ്പിന്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന ആളുകൾ എന്നതിൽ. പക്ഷെ എന്ത് സംഭവിച്ച് VM സുധീരൻ വന്നപ്പം സുധീരനെ 4 ഭാഗത്തും കുത്തിയിട്ട് മറിച്ചിട്ടു. സുധീരന് മോശമല്ലാത്ത രീതിയിൽ പെർഫോം ചെയ്തു ഈ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഏതൊക്കെ രീതിയിൽ, അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ VD സതീശൻ. എത്ര രൂക്ഷമായിട്ടാണ് KPCC പ്രസിഡന്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഷാനിമോൾ ഉസ്മാൻ എത്ര രൂക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഒരു സംവിധാനം ഉണ്ടാക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു. പിന്നീട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതാണ് മുല്ലപ്പള്ളിക്ക് ശേഷം വന്നിട്ടുള്ള സുധാകരൻ ഒരു പക്ഷത്ത് നിൽക്കുന്നു, സതീശൻ, ഇവരെല്ലാം കൂടി ചേർന്ന ഒരു ടീമായിട്ട് പോകുന്നു വിചാരിച്ചു. നമ്മൾ പരസ്യമായിട്ട് പലതും കണ്ടാണല്ലോ എത്ര മോശമായ വാക്കിലാണ് അവർ പരസ്പരം പറഞ്ഞു എന്നുള്ള കാര്യവും നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് തല്ലുകൂടുന്ന രീതിയിൽ അത് പണ്ട് ഉണ്ടായിരുന്നില്ല. അത്രയും വളരെ മോശമായ പ്രതികരണങ്ങളും മറ്റും നമ്മൾ കണ്ടപ്പോൾ ഗ്രൂപ്പ് കളിയുണ്ട്. ഇത് മറ്റു 2 ഗ്രൂപ്പുകൾ നേരത്തെ ഉണ്ടായിരുന്ന I ഗ്രൂപ്പിനെയും A ഗ്രൂപ്പിനെയൊക്കെ ഒതുക്കുകയോ അല്ലെങ്കിൽ പിളർത്തിയിട്ട് കുറെ പേര് ഇങ്ങോട്ട് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ളൊരു കളി നടന്നെങ്കിൽ പോലും പിന്നീട് അതിനെതിരെയുള്ള പ്രതികരണങ്ങളുണ്ടായി. അതാണ് ചാണ്ടിയുമ്മനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്നെ ഒതുക്കി, എനിക്കൊരു ഒരു അവസരവും തന്നില്ല, എന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതേ ഇല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഇതിന്റെ പ്രതികരണങ്ങളാണ്. ഈ പ്രതികരണങ്ങൾക്കിടയിലാണ് രമേശ് ചെന്നിത്തലയുടെ പുതിയ ഉദയം. അദ്ദേഹം I ഗ്രൂപ്പും A ഗ്രൂപ്പിനും, പഴയ I ഗ്രൂപ്പിനെയും A ഗ്രൂപ്പിനെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. കാരണം ഈ ആളുകളോട് പോരാടി വിജയിക്കണമെങ്കിൽ അത് വേണം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇതിനിടയിൽ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും സത്യത്തിൽ പുറത്തകത്തുള്ള കാര്യങ്ങൾ പുറത്തേക്ക് ചാടിപ്പോകുന്ന മുരളീധരനെ പോലെ അയാൾക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല, അറിയാതെ പറഞ്ഞു പോകും. ആ ഒരു കുഴപ്പം മുരളീധരന് രാഷ്ട്രീയത്തിൽ വളരെയധികം ദോഷം ചെയ്തിട്ടും ഉണ്ട്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞില്ലേ, അങ്ങനെ ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആവില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കൊതിക്കറിവിന്റെ ഭാഗം തന്നെയാണ്. ഒരു കാലത്ത് KPCC പ്രസിഡന്റ് ആയിരുന്ന, പ്രതാപവാനായിരുന്ന, മുഖ്യമന്ത്രി ആവാൻ സാധ്യത വളരെ ഉണ്ടായിരുന്ന ആളാണ് മുരളീധരൻ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വളരെ പിറകിലേക്കാണ്. 1, 2, 3, 4, 5 സ്ഥാനത്തൊന്നും അദ്ദേഹം ഇല്ല. പിന്നീട് ഹസൻ A ഗ്രൂപ്പിലെ ശക്തനായ നേതാവായിരുന്നു. ഇപ്പോൾ കൺവീനർ സ്ഥാനത്ത്, UDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടെങ്കിൽ പോലും അത് ഹസനൊന്നും ഒരു തീരുമാനത്തിലില്ല. അവിടെ UDF ചെയർമാൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പോരാട്ടങ്ങളൊക്കെ നിൽക്കുന്നത്. കോൺഗ്രസിനെ ഒറ്റക്കെട്ടായിട്ട് നയിക്കുക എന്ന് പറയുന്ന ഒന്നിലേക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ഹൈക്കമാൻഡ് ഇവിടെ ഇടപെടണം. ഹൈക്കമാൻഡ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്രയും കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇടപെടുന്നതേയില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത് 2019 സംഭവിച്ചത് തന്നെയാണ് 2024. അതിന് പ്രധാന കാരണങ്ങളൊന്ന് രാഹുൽ ഗാന്ധിയുടെ ഇവിടേക്കുള്ള വരവാണ്. അതായത് വളരെ ഇവിടെയുള്ള ആളുകൾക്ക്
മൊത്തമായിട്ട് ഈ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും ഈ ന്യൂനപക്ഷ വിഭാഗത്തിനൊക്കെ ആവേശമുണ്ടാക്കിയ ഒരു ഇതാണ്. അതല്ലാതെ ഇവിടെ ഏതെങ്കിലും 2019 ആ സമയത്താണെങ്കിലും മുല്ലപ്പള്ളിയുടെ നേട്ടമല്ല, ഇപ്പോൾ അത് കെ സുധാകരന്റെയോ അല്ലെങ്കിൽ വി ഡി സതീശിന്റെ നേട്ടമായിട്ട് നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. പിന്നീടുള്ള ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ കാര്യം, ഉപതെരഞ്ഞെടുപ്പിൽ പഴയ ഈ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ രൂപത്തിൽ അത് അതേപടി തന്നെയാണല്ലോ. വയനാട് UDF ആ വയനാട് മണ്ഡലമുണ്ടായ ആ നിമിഷം മുതൽ അത് UDFന്റേതാണ്. അപ്പൊ പിന്നീട് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയൊക്കെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ആവേശം കൂടുതലായിട്ടുണ്ടാകും. അതുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പുറത്ത് പാലക്കാട് അതേപോലെ ഈ വളരെ ശക്തമായ രൂപത്തിലുള്ള എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPയുടെ ഒക്കെ പിന്തുണയുണ്ടായിരുന്നു. ആ ഒരു സാധ്യത കൂടിയുള്ളതുകൊണ്ടാണ് അവിടെ ഒരു നേട്ടമുണ്ടാക്കിയത്. അതേ ആ സംഭവം ചേലക്കരയിൽ കണ്ടില്ലല്ലോ. ഇതേ കാര്യം ആവർത്തിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നില്ലേ. രാധാകൃഷ്ണന് കിട്ടിയത്ര വോട്ട് പ്രദീപിന് കിട്ടിയില്ല എന്നുള്ളത് വേറെ കാര്യം. അത് പണ്ടും എങ്ങനെയാണ്, പ്രദീപിന് ആദ്യം കിട്ടിയിരുന്ന വോട്ട് വളരെ കുറവായിരുന്നു. എന്നേക്കാൾ കൂടുതൽ അവിടെ മണ്ഡലത്തിൽ വളരെ സ്വാധീനമുള്ള രാധാകൃഷ്ണന് പിന്നീട് വോട്ട് കിട്ടി. അതല്ലാതെ വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ ഈ ഇവർക്കാർക്കും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ശക്തമായ രൂപത്തിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ പാർട്ടിയെ ഒറ്റക്കെട്ടായിട്ടുള്ള രീതിയിലല്ല ഈ നേതൃത്വം കൊണ്ടുപോകുന്നത്. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തല കൂടി വരുമ്പോൾ ഇവർ കൂടിയാലോചിച്ച് എത്രയോ സമിതികളുണ്ട്, കൂടിയാലോചനാ സമിതി, രാഷ്ട്രീയ സമിതി എന്നൊക്കെ പറഞ്ഞ കുറെ സമിതികളുണ്ട്. ഈ സമിതികളൊന്നും ചേർന്നിട്ട് ഒറ്റക്കെട്ടായ തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് കോൺഗ്രസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. ശരി.